പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 31 ആമേൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും കൈകളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയിരുന്നു. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും എല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ചു. തൻ്റെ ദൂതന്മാരെ കഴിഞ്ഞ പൽക്കാലം നമുക്ക് ചുറ്റിലും കൽപ്പിച്ച് ആക്കി നമ്മളെ സംരക്ഷിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇതിന് കർത്താവിൻ്റെ മഹത്വം കരയിക്കുകയും നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, രാത്രികാലം നല്ല ഉറക്കം തന്നു. ദൈവകൃപ നമ്മുടെ കൂടെയിരുന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് രാത്രികാലം കർത്താവ് നമ്മളെ കരുതിയതിനായിട്ട് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അമ്മ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കാര്യങ്ങൾ ഉയർത്തി പറ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അവൻ 96 സങ്കീർത്തനം പറഞ്ഞു, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് തയ്യാറായിട്ട്. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ സ്പെഷ്യൽ ഗ്രേസ് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ ഭയങ്കര ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവർ, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് ശരീരത്തിൽ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥത പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് മുട്ടിൻ്റെ താഴെ 2 കാലിനും ഒരു ബലഹീനത അനുഭവിക്കുന്നവർ, കാലിനെ ആ വണ്ണയ്ക്ക് വേദന അനുഭവിക്കുന്നവർ, അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയുടെ പുറകിൽ വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരോഗ്യം വരട്ടെ, സമാധാനം വരട്ടെ. കർത്താവേ, ശരീരത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. ജോലിയില്ലാത്തവർ ജോലി ഉണ്ടാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കുന്നതിന് സ്തോത്രം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭാരാധനയെ അനുഗ്രഹിക്കണം. വലിയ ഉണർവിലേക്ക് ദൈവസഭ വരുവാൻ, വലിയ മുന്നേറ്റത്തിലേക്ക് വരുവാൻ ഇന്നത്തെ രാത്രിക്കാലം, ഇന്നത്തെ പകൽക്കാലം ഒക്കെ ഇടവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വലിയ ദൈവമഹത്വം ഇന്ന് വ്യാപരിക്കുന്നതിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ആരാധനയും ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ഹൃദയവേദനയോടെ, മനോവ്യാകുലതയോടെ കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭാരാധന ആരംഭിക്കുന്നത്. തക്ക സമയത്ത് അതിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 17 വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ഇന്ന് നമ്മളെ നോക്കിയിട്ട് പറയാം, മോനെ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മോളെ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അവൻ നമ്മളെ ഓരോരുത്തരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു അനുഗ്രഹ വിഷയമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളോടുള്ള ദൈവിക ഫേവർ, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവിക അനുഗ്രഹം മറ്റുള്ളവർ പോലും ചിന്തിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു.
കാരണം ഇത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അബ്രഹാമിനോട് പറഞ്ഞതായ പ്രോമിസാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ആമേൻ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു. അപ്പോൾ ഗലാത്യലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം അനുസരിച്ച് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൽ നമ്മൾ ആയതോടുകൂടെ അബ്രഹാമിക ബ്ലെസ്സിങ്, അബ്രഹാമിൻ്റെ മേൽ വന്നതായ ദൈവിക അനുഗ്രഹത്തിന് ഇന്ന് ഞാനും നിങ്ങളും, കർത്താവിലായിരിക്കുന്ന ഞാനും നിങ്ങളും യോഗ്യതയുള്ളവരായി മാറി. അല്ലെങ്കിൽ ഇന്ന് അബ്രഹാമിക അനുഗ്രഹം നമ്മുടെ മേൽ വന്ന് വസിക്കുക. അപ്പോൾ ഈ അനുഗ്രഹം നമ്മുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ഐശ്വര്യമായ ദൈവിക അനുഗ്രഹം. കരങ്ങളെ ഉയർത്തി പറഞ്ഞ് ഐശ്വര്യമായ ദൈവിക അനുഗ്രഹം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഭവനത്തിന്മേൽ, നിങ്ങൾ ചെയ്യുന്ന സകലത്തിന്മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ ഐശ്വര്യമായ അനുഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം ഫോളോ ചെയ്തതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അബ്രഹാം ദൈവികമായ ആ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം അബ്രഹാം ദൈവിക പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തു. അബ്രഹാം വിശ്വാസം വീരനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ല. അബ്രഹാമിനെ പടം വരച്ച് കാണിച്ചില്ല. ഇല്ലെങ്കിൽ ഇന്ന വഴിയിലൂടെ യാത്ര ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നത് എന്ന് വെച്ചാൽ വിശ്വാസമുള്ളവനായിരുന്നു. ഇന്ന് ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും. ദൈവിക ആലോചനകളെ നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും. ദൈവിക വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും. കർത്താവിൻ്റെ ശബ്ദത്തെ നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആമേൻ ദൈവികമായ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവം അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒന്നാമത്തെ കാരണം അസാധാരണ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? അബ്രഹാമിനുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ച വിശ്വാസമാണ്. 2, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, അബ്രഹാമിൻ്റെ കുടുംബത്തിനകത്ത് ഒരു ഡിവൈൻ ഓർഡർ ഫോളോ ചെയ്തു. ആമേൻ. അബ്രഹാം ഒരു ഡിവൈൻ ഓർഡർ അബ്രഹാം ഫോളോ ചെയ്തിരുന്നു. കുടുംബത്തിനകത്തും ഒരു ഓർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ദൈവിക ഓർഡർ ഉണ്ടാകണം. ദൈവിക ക്രമത്തിലായിരിക്കണം നമ്മുടെ കുടുംബം നടത്തപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഡിവൈൻ ഓർഡർ ഉണ്ടാകണം. നമുക്കറിയാം അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദത്തിന് അനുസൃതമായിട്ടാണ് ആമേൻ എല്ലാ കാര്യങ്ങളും ചെയ്ത്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഒരു ദൈവിക ക്രമമുണ്ടാകണം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു ദൈവിക ക്രമം ഉണ്ടാകണം. നമ്മുടെ ജോലിയിലൊരു ദൈവിക ക്രമം ഉണ്ടാകണം. നമ്മുടെ ബിസിനസ്സിലൊരു ദൈവിക ക്രമം ഉണ്ടാകണം. ജോലിയിലും ബിസിനസ്സിലും ദൈവസഭയ്ക്കകത്ത് നമ്മളായിരിക്കുമ്പോൾ അവിടെ നമുക്കൊരു ദൈവിക ക്രമം ഉണ്ടാകണം. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, മാനിക്കേണ്ടവരെ മാനിക്കണം, വിശ്വസ്തത കാണിക്കേണ്ടവർക്ക് വിശ്വസ്തത കാണിക്കണം. ഇതെല്ലാം ആ ദൈവിക ഓർഡറിൻ്റെ ഭാഗമാണ്. 3-ാമത് പറഞ്ഞാൽ അബ്രഹാം എന്നാ ചെയ്തു? അബ്രഹാം തൻ്റെ കുടുംബത്തിന് വേണ്ടിയും തൻ്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയും അബ്രഹാം ആ റെസ്പോൺസിബിലിറ്റികൾ എടുത്തു. അബ്രഹാമിൻ്റെ കുടുംബത്തെ പുലർത്തുന്നവനായിരുന്നു. അബ്രഹാം ലോത്തിനെയും കരുതി. അബ്രഹാമിൻ്റെ കൂടെ വന്ന ലോത്തിനെയും കരുതി. എന്ന് വെച്ചാൽ അബ്രഹാം ഈ ഒരു സെൽഫിഷ് മൈൻഡ് അല്ലായിരുന്നു. അബ്രഹാം ഒരു സോഷ്യൽ മൈൻഡുള്ള ആളായിരുന്നു. അബ്രഹാം ആ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നവനായിരുന്നു. അബ്രഹാം സമൂഹത്തെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നവനായിരുന്നു. ഇതിലെല്ലാം ഉപരി അബ്രഹാം ദൈവത്തിന് എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിരുന്നു. ആമേൻ. ദൈവത്തിന് എല്ലാത്തിനെ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുത്തിരുന്നു? ദൈവത്തിന് കൊടുത്തിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാം യുദ്ധം ജയിച്ചു വരുമ്പോൾ മൽക്കീസദേക്കിന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല നന്മകളുടെയും ദശാംശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആർക്കാ പ്രയോറിറ്റി കൊടുത്തത്? ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു. അവൻ 22-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 22-ൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ ഏകജാതനായ മകനെ നീ എനിക്ക് ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അബ്രഹാം ഒഴിവുകഴിവുകളൊന്നും പറഞ്ഞില്ല. കാരണം അബ്രഹാമിന് മകനേക്കാളും വലുത് ദൈവമായിരുന്നു. അബ്രഹാമിന് മകനേക്കാളും വലുത് ദൈവമായി. നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം അതിന് യാതൊരു ഡിസ്കഷൻസും നടത്തിയില്ല. അബ്രഹാം അതിന് യാതൊരു ഒഴിവുകഴിവുകളും പറഞ്ഞില്ല. വേദപുസ്തകം പറയുന്നു 22:3 അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ദൈവം പറഞ്ഞത് ചെയ്യാൻ പ്രയോറിറ്റി കൊടുത്തു. ഉറങ്ങുകയല്ല, അല്ലെങ്കിൽ അവൻ രാത്രിയുടെ യാമം തീരുന്നതിന് മുമ്പേ, അതായത് അധികാലത്ത് തന്നെ അബ്രഹാം എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാരിൽ 2 പേരെയും കൊണ്ട് തൻ്റെ മകനെ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിനായി വിറക് എടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന്, ദൈവത്തിൻ്റെ ഹിതത്തിന് അബ്രഹാം പ്രയോറിറ്റി കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു.
ഇന്ന് പ്രഭാതത്തിൽ ഈ അനുഗ്രഹം നമ്മുടെ ലൈഫിലുമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ അബ്രഹാമിക അനുഗ്രഹം വന്നിരിക്കുകയാണ്. ഐശ്വര്യമായ അനുഗ്രഹം നമ്മുടെ ലൈഫിലും മാനിഫെസ്റ്റഡ് ആകും. എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് പൂർണ്ണ പ്രാധാന്യം കൊടുക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 31 ആമേൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും കൈകളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയിരുന്നു. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ